കണ്ണൂർ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളിൽ കൃത്യമായ മറുപടിയില്ലാതെ CPM സംസ്ഥാന നേതൃത്വം. വിഷയം നേരത്തെ പാർട്ടി പരിശോധിച്ചതാണ്. ഇക്കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല. ജില്ലാ നേതൃത്വം ചർച്ച ചെയ്ത ശേഷം ഇടപെടണമെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഫണ്ടെന്ന് ഒരു നായാ പൈസ ഒരു തരത്തിലും വഞ്ചിക്കാനോ പറ്റിക്കാനോ അനുവദിക്കുന്ന പ്രശ്നമേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉറപ്പാണ്. അത് ഉയർന്നു വന്നത് ശരി, അത് ഉയർന്നു വന്ന ആരോപണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെടേണ്ടിയുണ്ടെങ്കിൽ അപ്പോൾ ഇടപെടും. ഒരു ക്രമക്കേടിനും പാർട്ടി കൂട്ടു നിൽക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഒരു നയാ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ CPIM അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ട്. മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കാൻ ചെയ്യും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഈ ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണനെതിരായിട്ടുള്ള നടപടി ഇന്നുണ്ടാകും എന്ന് കരുതുന്നു. ആ സന്ദർഭത്തിലാണല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MV ഗോവിന്ദൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒന്നാണ് ഈ ഫണ്ട് തിരിമറി വിവാദം. ഇതിൽ എന്ത് വാദമാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനുള്ളത്? അദ്ദേഹം എന്താണ് വിശദീകരിച്ചത്? രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ സംസ്ഥാന നേതൃത്വം പരിശോധിക്കേണ്ട വിഷയമല്ല എന്നതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ച പൊതു നിലപാട്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട്. നാളെ ജില്ലാ കമ്മിറ്റിയും ഉയർന്നു വന്ന ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ കാര്യങ്ങളും വിശദമായി പരിശോധിക്കും എന്നാണ് MV ഗോവിന്ദൻ്റെ ഒരു ആദ്യ പ്രതികരണം. എന്നാൽ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി വേണ്ടതുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്ന ചർച്ചകളിലായിരിക്കും തീരുമാനിക്കപ്പെടുക എന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ ഇന്നലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പറഞ്ഞ പോലെ വ്യക്തിപരമായ പണാപഹരണം നടന്നിട്ടില്ല, രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടന്നിട്ടില്ല എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം ആവർത്തിക്കുന്നത്. നേരത്തെ 2 തവണ പാർട്ടി പരിശോധിച്ച കാര്യമാണ്. അന്ന് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുത്തതാണ്. ഇപ്പോൾ വീണ്ടും കുഞ്ഞികൃഷ്ണൻ എന്താണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന മറുപടിയാണ് MV ഗോവിന്ദൻ ഉണ്ടാകുന്നത്. അതായത് ഈ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു, രക്തസാക്ഷിയുടെ വീട് നിർമ്മാണത്തിൽ ക്രമക്കേട് നടത്തി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.